ിലേക്ക് ഒരു സമയത്ത് മലയാളത്തിലെ പ്രിയപ്പെട്ട നടിയായിരുന്നു മീര ജാസ്മിൻ. പക്ഷേ കുറച്ചു നാളുകളായി പ്രേക്ഷകർ മീരയെ കണ്ടിട്ട്. ഇപ്പോൾ മീര പറയുന്നു, സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിന്നത് എന്ന്. പണത്തിനു വേണ്ടി മാത്രം ഇനി അഭിനയിക്കാനില്ല എന്നും മീര ജാസ്മിൻ പറയുന്നു. ലിസമ്മയുടെ വീട് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മീര ജാസ്മിൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ അഭിനയിക്കാനെത്തിയ മീര ജാസ്മിൻ ലിസാമ്മയുടെ വീട് എന്ന ബാബു ജനാർദ്ദനൻ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് മനസ്സ് തുറന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി എവിടെയായിരുന്നു എന്നായിരുന്നു ആദ്യ ചോദ്യം. ഞാൻ ഒളിവിലായിരുന്നു. സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കുറച്ചു നാളുകളായി മലയാള സിനിമയിൽ നിന്നും മാറി നിന്നതെന്ന് മീര പറഞ്ഞു. സിനിമേനെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ സിനിമ ചെയ്യാത്തത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ചൊക്കെ കാശിന് വേണ്ടി ചെയ്യും, കുറച്ച് നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യും. പിന്നെ ഇതിങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്ക് മടുപ്പ് തോന്നും. പിന്നെ നമുക്ക് വേണ്ടത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ചെയ്തു, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കൊരു തേഴ്സ്റ്റ് ഉണ്ട്. ആ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പടം ചെയ്യുന്നത്. അതും എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, അതെനിക്ക് വന്നു കിട്ടണം. വന്നാൽ കൊള്ളാമെങ്കിൽ, ബാക്കിയെല്ലാം ഒത്തുവരുവാണെങ്കിൽ ചെയ്യും. വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു എന്നതുകൊണ്ട് താൻ വീണ്ടും മലയാളത്തിൽ സജീവമാകുന്നു എന്ന് അർത്ഥമാക്കേണ്ടതില്ലെന്ന് മീര പറഞ്ഞു. നിലനിൽപ്പിനായി പണത്തിനു വേണ്ടി സിനിമ ചെയ്തിരുന്നു, ഇനി അതുണ്ടാകില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കാണ്. നോട്ട് എവ്രി ടൈം, എപ്പോഴും, നോട്ട് നെസസറി ദാറ്റ് ഐ ഷുഡ് ബി വർക്കിംഗ് 24/7 365 days. മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഉണ്ടാകുന്നില്ല എന്ന് മീര ജാസ്മിൻ പറഞ്ഞു. ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നല്ല കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫീമെയിൽ ഇപ്പോൾ ഞാൻ മാറി നിന്നിട്ട് അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് വേർ ഈസ് എ ഗുഡ് ഫീമെയിൽ ക്യാരക്ടർ? എവിടെയാണ് ഫീമെയിൽ ക്യാരക്ടർ? വന്നിട്ടില്ല, വരണമെന്നില്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമ്പം ഞാൻ എവിടെന്നെ വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് മീര ഇങ്ങനെയാണ് പ്രതികരിച്ചത്. മാരേജ് കുഴപ്പമില്ല, ഞാൻ മാരേജ് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യും, അത്രേ ഉള്ളൂ. അതൊന്നും അത്ര ഇപ്പോൾ ഒരു തലയിലോട്ട് എടുക്കുന്നില്ല. ക്യാമറാമാൻ നാരായണൻ നമ്പൂതിരിക്കൊപ്പം CK രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.